ജീസസ്. അല്പസമയം നമുക്ക് വചനത്തോട് ചിന്തിച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും അടുത്ത 45 മിനിറ്റ് അത് പ്രാപിക്കാൻ വേണ്ടി ഇരിക്കണം. ഷീന സിസ്റ്റർ, അല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കണം. അതിന് മുന്നേ നമുക്ക് ചെറിയൊരു കാര്യം ചിന്തിച്ചിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. സിസ്റ്റർ ഷീന, you can. Yes, we can meditate some word of God, then we will sit in the presence of the Lord. നമ്മൾ അല്പസമയം അല്പസമയം നമ്മൾ ദിവസം ഇരിക്കുമ്പോൾ തന്നെ വലിയ ആത്മാവിന് സാന്നിധ്യം ഉണ്ടായിരുന്നു. Once we are worshiping, there was a big presence of God. എന്നെ കാണിച്ചത് പരിശുദ്ധാത്മ തീ പോലെ ഇറങ്ങി വരുവാനിടയായി. So God showed me the fire of the Holy Spirit fell down. ആ തീ വന്ന ഉടനെ എന്നെ കാണിക്കുന്നത് സ്വർണം അല്ലെങ്കിൽ ഈ എന്താ തങ്ക കളർ ഉണ്ടല്ലോ, തങ്കത്തിന്റെ പൗഡറുകൾ ഇങ്ങനെ നിറഞ്ഞ് ഇങ്ങനെ പൗഡർ ഇങ്ങനെ വിതറിക്കൊണ്ടിരിക്കുകയാണ് ദൈവം. പൗഡറുകൾ, തങ്കം അല്ലെങ്കിൽ സ്വർണത്തിന്റെ പൗഡറുകൾ. So powder, golden colored powder I saw. അത് പെട്ടെന്ന് ദൈവം എന്നെ ദർശനത്തിലോട്ട് കൊണ്ടു. 2-3 സെക്കൻഡ് ഈ സ്വർണ്ണ തെരുവീതുകൾ ദൈവം കാണിക്കുന്നുണ്ടായി, തങ്ക തെരുവീതുകൾ കാണിക്കുന്നുണ്ടായി. God showed me a few seconds like I was walking on a golden street. അപ്പോൾ നമ്മൾ ആഴത്തിൽ ഇരിക്കുവായിരുന്നെങ്കിൽ ഒരു പക്ഷേ അങ്ങ് ആ തെരുവിലൂടെ നമ്മൾ നടക്കാമായിരുന്നു, സ്വർണ്ണ തെരുവിലൂടെ നടക്കാമായിരുന്നു. ഹാലയിലെ അപ്പം ദൈവത്തിന് എന്തോ ഇന്ന് പകൽ പ്രത്യേകം എന്തോ ഒരു പദ്ധതി ഉണ്ട്. അപ്പൊ നമ്മൾ പ്രാപിച്ചെടുക്കണത്. ഹാലയിലുയ. അപ്പൊ സ്വല്പസമയം വചനം ചിന്തിച്ചിട്ട് നമ്മൾ അത് പ്രാപിച്ചെടുക്കണം. നമ്മൾ എന്നെ ചിന്തിപ്പിച്ച വചനം ഇതാണ്: യേശു വെള്ളത്തിൽ മീതെ നടന്ന എങ്ങനെ? അഞ്ചപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് എങ്ങനെ? അഞ്ചപ്പവും 2 മീനും കൊണ്ട് അവൻ എങ്ങനെ 5000 പേരെ പോഷിപ്പിച്ചു? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 5 അപ്പവും 2 മീനും കൊണ്ട് യേശു എങ്ങനെ 5000 പേരെ പോഷിപ്പിച്ചു? എങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, വെള്ളത്തിൽ മീതെ എങ്ങനെ കർത്താവ് നടന്നു? അപ്പം ഹല്ലേലൂയ. അതങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതിനെപ്പറ്റി ചിന്തിക്കുവാനിടയായി. ഇവിടെ നമ്മൾ ലളിതമായി ഒന്ന് അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി പഠിച്ചെങ്കിൽ മാത്രമേ പിടികിട്ടത്തുള്ളൂ. നമ്മുടെ ദൈവമക്കൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ പെട്ടെന്ന് പറയാം, തിടുക്കം കാണിക്കും, ഇതിന് മറുപടി വേണം, തിടുക്കം കാണിക്കും. നമ്മൾ പെട്ടെന്ന് പറയും യേശു ദൈവമാണ്, അതുകൊണ്ട് നടന്നു. യേശു ദൈവമായതുകൊണ്ട് ഇത്രയും പേരെ പോഷിപ്പിക്കാൻ പറ്റും. യേശു ദൈവമായിട്ട് വെള്ളത്തിൽ മേൽ നടന്നു. എന്നാൽ ന്യൂ ടെസ്റ്റ്മെന്റ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ഇതിന് ഉത്തരം ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. യേശുവിന്റെ അത്ഭുതങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും യേശു ദൈവമാണ്. എന്നാൽ മനുഷ്യൻ എന്ന നിലയിൽ അവൻ ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്നതാണ് നാം തെളിയിക്കേണ്ടത്. നമ്മളെ മിനിസ്ട്രിയല്ല, നമ്മൾ ഈ ലോകത്ത് ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യരാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. മനുഷ്യൻ എന്ന നിലയിൽ അത്ഭുതങ്ങൾ, മനുഷ്യൻ എന്ന നിലയിൽ ഈ അത്ഭുതങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്ന് നാം കരുതണം, അല്ലെ എങ്ങനെ നമുക്ക് തെളിയിക്കണത്. പ്രത്യേകിച്ച് നമുക്ക് കാണാം ക്രിസ്തുവിന്റെ മനുഷ്യ ജീവിതത്തില് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ സാക്ഷ്യപ്പെടുത്തുന്ന നിരവധി വാക്യങ്ങളുണ്ട്.
തന്റെ ദൈവത്തിന്റെ ആ അല്ല ദൈവികമായ ബലത്തിൽ മാത്രം അത്തരം അടയാളങ്ങൾ പ്രവർത്തിച്ചെങ്കിൽ ക്രിസ്തുവിന് തന്റെ മനുഷ്യത്വത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആവശ്യമുണ്ടായിരുന്നു. Jesus Christ now, as a human being, he needed the presence of the Holy Spirit in his life. അപ്പൊ ദൈവിക പുത്രനുമായുള്ള ആത്മാവിന്റെ ബന്ധത്തെ അത് അത്ഭുതകരമായി നമുക്ക് കാണാൻ പറ്റും. അവർ തമ്മിലുള്ള ബന്ധം കാണാൻ പറ്റും. See the Holy Spirit presence in his life and connection with the Holy Spirit in his life once you study Jesus' life. അപ്പൊ തന്റെ ആത്മാവിനെ ആ ദാനത്തിലൂടെ ക്രിസ്തു നമുക്ക് നൽകുന്ന കൃപയെക്കുറിച്ച് നമുക്ക് പുതിയ നിമിത്തം ഒരുപാട് പഠിക്കാൻ പറ്റും. We can study that God is giving his Holy Spirit to us through this. ഞാനിങ്ങനെ വിശ്വസിക്കണം, എനിക്ക് വേണ്ടി പിതാവാൻ ദൈവം ചോദിച്ചാൽ ആർ എനിക്ക് വേണ്ടി പോകും. ദൈവത്തിലുള്ള കാര്യമല്ല, ഞാനങ്ങ് വിശ്വസിക്കുകയാണ്, ആർ എനിക്ക് വേണ്ടി പോകും. പെട്ടെന്ന് യേശു കർത്താവ് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, കർത്താവ് ഞാൻ പോകാം. ജീസസ് പറഞ്ഞ ഒറ്റ ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. ഇനി കാറ് വേണമെന്നോ വീട് വേണമെന്നോ അല്ലെങ്കിൽ ഒന്നും കർത്താവ് പറഞ്ഞില്ല. എന്റെ കൂടെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞയക്കണം. ഹല്ലേലൂയ. സോ ജീസസ് ആൻഡ് ദ സ്പിരിറ്റ്, അതാണ് നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുന്നത്. Today we are going to meditate on Jesus and the Holy Spirit. ക്രിസ്തുവിന്റെ ആ വ്യക്തിയിൽ, അല്ലെങ്കിൽ മനുഷ്യ രീതിയിൽ സംസാരിക്കുന്ന പ്രവൃത്തിയിലും ആത്മാവിന്റെ വ്യക്തിത്വം വളരെ പങ്ക് വഹിക്കുന്നതായിട്ട് കാണാൻ പറ്റും. Personality of Holy Spirit is in the life of Jesus Christ, and we can see that a lot of influence of Holy Spirit in his life. മറിയയ്ക്കും ജോസഫിനും ദൂതൻ നൽകുന്ന അറിയിപ്പുകളിൽ പരിശുദ്ധാത്മാവ് അതിനെ കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കന്യകയായി ഞാൻ കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് മറിയ ചോദിക്കുന്നുണ്ട്. കന്യകയായി ഞാൻ എങ്ങനെ മറിയ ചോദിക്കുകയാണ്, കന്യകയായി ഞാൻ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് മറിയ ചോദിക്കുക, ദൂതനോട് ചോദിക്കുക. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. Holy Spirit shall come upon you, and the power of the Most High shall overshadow over you, and the holy thing which shall come out of you is called Son of God. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ മറിയയുടെ ഗർഭധാരണത്തിലും ജനനത്തിലും ആത്മാവ് സന്നിധനായിരുന്നു. That's why Holy Spirit was present in the life of Mary to conceive Jesus. യെശയ്യാവ് വർഷങ്ങൾക്ക് മുന്നേ പ്രവചിക്കുവാനിടയായി. Isaiah prophesied many years ago about this virgin shall bring forth. വരാനിരിക്കുന്ന അഭിഷക്തനിൽ ആവസിക്കുന്നതായി പ്രത്യേകമായി പ്രവചിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് ആവസിക്കുന്നതാണ് പ്രവചിക്കുന്നുണ്ട്. Isaiah prophesied that Holy Spirit, Jesus will be filled with the Holy Spirit. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ വസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവും ശക്തിയുടെയും ഉപദേശത്തിന്റെയും ആത്മാവ്, അറിവിന്റെയും കർത്താവിനോടുള്ള ഭയത്തിന്റെയും ആത്മാവ്. The Holy Spirit will dwell upon Jesus Christ. The spirit of knowledge, wisdom, counsel, might, fear of God, and knowledge. ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത് ക്രിസ്തുവിന്റെ കൂടെ, ക്രിസ്തുവിന്റെ അവിഭാജ്യ കൂട്ടാളി അല്ലെ ക്രിസ്തുവിന്റെ ഫ്രണ്ടായിട്ട്, ക്രിസ്തുവിന്റെ ശക്തനായിട്ട് കൂടെ നിൽക്കുന്ന ഒരാളാണ് പരിശുദ്ധാത്മാവ്. Holy Spirit was the best friend of Jesus, always the helper helping Jesus Christ. വചനം പറയുന്ന ഇശായിയുടെ കുറ്റിൽ നിന്ന് മുള വരുന്നിരിക്കുന്നു. You say there's a branch come out of Jesse's stem of Jesse. 12 വയസ്സുള്ളപ്പോൾ തന്നെ യേശു ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരെ അവരുപദേശിക്കുവാനിടയായി. Even when Jesus was only 12 years old, he was teaching these people in the temple. അവരോട് ചോദ്യങ്ങൾ ചോദിക്കാനിടയായി. Jesus was asking questions to the scholars. ജീസസ് സ്കൂളിൽ പോയത്, കോളേജിൽ പോയി, യൂണിവേഴ്സിറ്റിയിൽ പോയി ഡോക്ടറേറ്റ് എടുക്കുന്ന ദൈവം വായിക്കുന്നില്ല. We never see in the Bible that Jesus ever went to school or college or university. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് അവന്റെ മേൽ കാണപ്പെടുന്നു. But he had the spirit of wisdom and counsel and in his life. അവന്റെ വാക്ക് കേട്ടവരെല്ലാം അവനെ അത്ഭുതമായി കാണുവാനിടയായി. The one who heard
the one who heard the word of Jesus, they all see miracles in his life. അവനെ കണ്ടപ്പോൾ അവന്റെ മാതാപിതാക്കൾക്ക് അത്ഭുതമായി. When they saw, the parents was amazed at seeing Jesus. ഓക്കെ, കുട്ടിക്കാലത്ത് പോലും യേശു ജ്ഞാനത്തിന്റെയും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും വളർന്നു. Even when Jesus was a child, he grew up in the knowledge of the wisdom of man and God. അപ്പം യേശു തനിയല്ല ജീവിച്ചത്, ആത്മാവ് കൂടെ ഉണ്ടായിരുന്നു. Jesus was not living alone, by Holy Spirit. പരിശുദ്ധാത്മാവിനെ വേർപെടുത്താനാവാത്ത കൂട്ടുകാരനായി യേശു സ്വീകരിച്ചിരുന്നു. Was an inseparable friend in the life of Jesus. ഹല്ലേലൂയ. So ജീസസ്, നമുക്കൊരു മെസ്സേജാണ് ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. God is giving a message today. നമുക്ക് യേശുവിന്റെ പരസ്യകാല ശുശ്രൂഷയുടെ തുടക്കത്തില് In the beginning of Jesus' public ministry, യേശുവിന്റെ സ്നാനത്തോടുകൂടി the time when Jesus was getting baptized, യെശയ്യാവ് പറഞ്ഞ പ്രവചിക്കപ്പെട്ട ആത്മാവിനാൽ അഭിഷേകം വീണ്ടും മുൻപന്തിയിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. അഭിഷേകം വരുന്നതായിട്ട് കാണാൻ പറ്റും. again we see the anointing is coming upon Jesus' life. യേശുവിന്റെ പരിശുദ്ധാത്മാവ് ജനിച്ചു, Jesus is born in the Holy Spirit. പരിശുദ്ധാത്മാവ് വളർന്നു. He grew up in Holy പക്ഷെ Spirit. വീണ്ടും പരിശുദ്ധാത്മാവിൽ സ്നാനത്തിനെ കാണും. സ്നാനപ്പെടുകയാണ് ഇവിടെ. പരിശുദ്ധാത്മാവിന്റെ സ്നാനം കാണുക. And we see baptized in Holy Spirit. യോഹന്നാൻ സ്നാമം വിളിച്ചു പറഞ്ഞു, അവൻ വരുന്നുണ്ട്. John the Baptist said, "Here he comes." ജലസ്നാനം പ്രതീക്ഷിച്ചും ഒരു വരുവാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചും പറയുന്നു. ലൂക്കോസ് സുവിശേഷം 3:16. It said that he'll be baptized in water baptism and also. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റുള്ളവരെ ആത്മാവിൽ സ്നാനപ്പെടുത്തുന്നതിന് മുൻപ് യേശു തന്നെ സ്നാനപ്പെടുക, ആത്മാവിൽ സ്നാനപ്പെട്ടിരിക്കുക. Even before John the Baptist baptized him in the water, Jesus was baptized in the Holy Spirit. ഇവിടെ ആത്മാവിൽ യേശു സ്നാനപ്പെടുമ്പോൾ, ഓക്കെ, വെള്ളത്തിൽ സ്നാനപ്പെടുന്ന ആത്മാവിൽ സ്നാനപ്പെടുമ്പോൾ, ഞാൻ ആത്മാവിനെ കുറിച്ച് പറയുന്നത്, സ്നാനപ്പെടുമ്പോൾ ആ സ്നാനം സ്വീകരിച്ച സമയത്ത് സ്വർഗം തുറന്നു. When Jesus is baptized, the Holy Spirit, that's the same time the heaven opened. പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ അല്ലെങ്കിൽ കർത്താവിലോട്ട് ഇറങ്ങി വരുവാനിടയായി. Holy Spirit descended upon Jesus in the form of a dove. ആ സമയത്ത് തന്നെ സ്വർഗത്തിൽ ഒരു ശബ്ദം ഉണ്ടായി, നീ എന്റെ പ്രിയപുത്രൻ. At the same time, our Father spoke, "This is my beloved Son." ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് യേശു പൂർണ്ണ പരിശുദ്ധാത്മാവ് ജനിച്ചു. യേശു പരിശുദ്ധാത്മാവ് ജ്ഞാനത്തോടും ബുദ്ധിയോടും ശക്തിയോടും നടന്നു. എന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ സ്നാനം ഇവിടെ സ്വീകരിക്കുക. Jesus was born of the Spirit. Jesus walked in the wisdom and counsel of Holy Spirit. Then now is receiving the baptism. ഇവിടെ പഠിക്കാനുള്ളത് നോക്കി, ഇവിടെ അദ്ദേഹത്തിന്റെ പരസ്യകാല ശുശ്രൂഷയുടെ തുടക്കത്തില് ആത്മാവ് പൂർണ്ണതയോടെ വരികയാണ്. In the beginning of Jesus' public ministry, Holy Spirit came upon him in the fullness. നമ്മൾ ആത്മാവിൽ ജനിച്ചു, യേശു നമ്മുടെ ഉള്ളിൽ വന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ വന്നു. പക്ഷെ നമുക്ക് പൂർണ്ണതയില്ല. പരിശുദ്ധാത്മാവിന്റെ സ്നാനം പൂർണ്ണത വരാതെ നമുക്ക് ഒരു പരസ്യശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. He needed in the Holy Spirit baptism in the fullness to do the public ministry. ഉള്ളിൽ പരിശുദ്ധാത്മ അല്ലെങ്കിൽ യേശു ഉള്ളിൽ വന്നെന്ന് പറഞ്ഞൊരു മിനിസ്ട്രി ചെയ്യാതില്ല. Jesus is born in a heart. That doesn't mean you can do the public ministry. യേശു തന്നെ പരിശുദ്ധാത്മാവ് സ്നാനം ഏറ്റ ശേഷമാണ് പബ്ലിക് മിനിസ്ട്രിക്കോട്ട് പോകുന്നത്. Jesus even himself went to public ministry only after the fullness of Holy Spirit baptism. അവിടെയാണ് യെശയ്യാ പറഞ്ഞത് 42:1 എന്താണ്, എന്റെ ആത്മാവെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. As in Isaiah 42:1 says, "I have put my spirit upon him." അപ്പോൾ നമ്മുടെ ഈ ആത്മാവിൽ നമ്മളെ വെച്ച് കഴിയുമ്പോൾ, നോക്കിയാൽ ആത്മാ സ്നാനം നമ്മളിൽ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? We are filled with the baptism of the Holy Spirit. നമ്മുടെ എല്ലാം വിചാരം ആത്മസ്നാനം വന്ന നേരെ സ്റ്റേജിലോട്ട് കയറി 1000 പേരുടെ മുന്നിൽ നിൽക്കുക എന്നുള്ളതാണ്. We all think once we are baptized with the Holy Spirit, we will stand on the stage and stand before thousands of people. ആത്മസ്നാനം വന്നത് നമ്മുടെ എല്ലാം വിചാരം അടുത്ത സഭായോഗത്തിന് അല്ലെങ്കിൽ അടുത്ത ഫാസ്റ്റിംഗ് പ്രയറിന് ശക്തമായിട്ട് ദൈവം ഉപയോഗിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ് പോകും. After the Holy Spirit filling, we all think, "Oh, next fasting meeting, God is going to use me as a mighty person." നമ്മുടെ എല്ലാം വിചാരം ആത്മസ്നാനം വന്നിട്ട് നമ്മൾ വലിയ കൺവെൻഷൻ ക്രൂയിസൈഡ് കടന്നു പോകുന്ന വിചാരം. We think we could do crusade and convention after we filled with the Holy Spirit. എന്നാൽ ആത്മാവിൽ പുതിയതായി നിറഞ്ഞു. നോക്കി, യേശു നിറഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിച്ചത്?
Jesus completely filled with hope. യേശു മരുഭൂമിയിലേക്ക് പോകുന്നു. Jesus was born to the desert. ലൂക്കോസിന്റെ 4:1 എന്താ പറയുന്നത്? അവനെ ആത്മാവിനാൽ നയിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് മരുഭൂമിയിലോട്ട് കൊണ്ടുപോവുക. Lucas chapter 4 verse 1 says Holy Spirit was guiding Jesus to the desert. കണ്ടോ? ആത്മാവ് ഉടനെ അവനെ മരുഭൂമിയിലേക്ക് നടത്തി. That means God was leading, Holy Spirit was leading Jesus to the എന്ന് desert. നമ്മളെ ഓർത്ത് നോക്കണം. നിങ്ങൾക്ക് ആത്മസ്നാനം വരുമ്പോൾ നിങ്ങൾ എങ്ങോട്ട് പോകുന്നത്? നിങ്ങളെ കംഫോർട്ട് സോണിലോട്ടല്ല പോകുന്നത്, നിങ്ങളെ മരുഭൂമിയിലോട്ട് ദൈവം നയിക്കും. So that means when you are guided by Holy Spirit is leading into desert. നിങ്ങൾ ഇന്ന് ഡെസേർട്ടിന്റെ അവസ്ഥയാണ് ഓർത്തോണം. നിങ്ങളുടെ മേൽ ആത്മസ്നാനം വന്നിട്ടുണ്ട്. നിങ്ങളെ എന്തിനോ കർത്താവ് അയച്ചിരിക്കുക അവിടെ. If you are, your life is like a desert feeling, that means that God is up to something. God is going to. നിങ്ങളെ മരുഭൂമിയിലോട്ട് അയക്കുന്നതിനാ, യേശുവിനെ മരുഭൂമിയിലോട്ട് ദൈവം അയച്ചതിനാ. The Holy Spirit was guiding Jesus to. പരിശുദ്ധാത്മാവ് മരുഭൂമിയിലോട്ട് നടത്തിയതിനാ. Holy Spirit guiding Jesus to the. അവിടെ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ശത്രുവിനെ നേരിടണം. Number one, you have to face the conquer the enemy. രണ്ട്, ഒരു ദേശം പിടിച്ചടക്കാനുള്ള യുദ്ധത്തിന് വേണ്ടി ഒരു മുന്നേറ്റം, ഒരു പവർ ഉണ്ടാക്കിയെടുക്കണം. Number two, the preparation for the conquering of a nation. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വെട്ടിപ്പിടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്താണ്? ഒന്ന്, ശത്രുവിനെ നമ്മൾ നേരിടണം. To conquer the nation, to be not take victory over. രണ്ട്, യുദ്ധത്തിനായി നമുക്ക് ട്രെയിനിങ് കിട്ടും ദേശം പിടിച്ചെടുക്കാൻ. ആ ക്രിസ്തു എന്ത് സംഭവിച്ചു? ക്രിസ്തു എന്താ? പരീക്ഷയിൽ ജയിച്ചു, മരുഭൂമിയിൽ ജയിച്ചു. And Jesus Christ, he won the victory in that temptation. അവിടെ ജയിച്ചു കഴിയുമ്പോഴാണ് ലൂക്കോസ് 4:14 പറഞ്ഞ എന്താണ്? ലൂക്കോസ് മടങ്ങിയെത്തി, അല്ലെ? യേശു തിരിച്ച് മടങ്ങി, ആത്മാവിൽ ശക്തിയോടുകൂടി മടങ്ങിയെത്തി. Jesus returned. That's what Luke chapter 4:14. അവൻ ഗലീലയിലേക്ക്, തന്റെ ജന്മനാടായ നസറേത്തേക്ക് മടങ്ങി വന്നു. He returned to Nazareth of Galilee. അവിടുന്ന് യേശു ശുശ്രൂഷ തുടങ്ങി. എന്താണ്? സിനഗോഗിൽ വന്നിട്ട് യേശു എന്ത് ചെയ്തു? യെശയ്യാവിന്റെ പുസ്തക ചുരുള തുറന്നു. To the synagogue and he opened the book of Isaiah. അവിടെ എന്താ വായിക്കുന്നത്? യെശയ്യാ 61:1 വായിക്കുന്നത് എന്താണ്? കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. And Isaiah 61 verse 1 says, the Spirit of the Lord God is upon me. എത്ര പവർഫുൾ ആണെന്ന് നോക്കിയേ. മരുഭൂമി കൊണ്ടുപോയി അവിടെ പിശാചുമായിട്ട് യുദ്ധം ചെയ്യിപ്പിച്ചു. അവിടെ ഒരു വലിയ രാജ്യത്തെ പിടിച്ചടക്കാനുള്ള, അല്ലെങ്കിൽ ഒരു വലിയ ശുശ്രൂഷ പിടിച്ചടക്കുവാൻ കർത്താവിന് ട്രെയിനിങ് കിട്ടി. അതിനുശേഷം ആത്മാവിന് ശക്തിയോടുകൂടി ശുശ്രൂഷയ്ക്കായി മടങ്ങി വരിക. So what a wonderful thing happened. Jesus went to desert. He was fighting against the devil. എന്നെ കേൾക്കുന്നവർ ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതെല്ലാം ഈ ഘട്ടത്തിലൂടെ പോയെങ്കിൽ മാത്രമേ ശുശ്രൂഷ ലഭിക്കത്തുള്ളൂ. എത്രയോ വർഷങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്താണ് ശുശ്രൂഷയിലൂടെ കടന്നു വരുന്നത്. അല്ലാത്തൊരു ശുശ്രൂഷ നിലനിൽക്കത്തില്ല. അതിനുശേഷമാണ് യേശുവിന്റെ ശുശ്രൂഷകൾ കാണുന്നത്. ആത്മാവിനാൽ ദരിദ്രന്മാർക്ക് സുവിശേഷം. ആത്മാവിനാൽ തടവുകാർക്ക് സ്വാതന്ത്ര്യം. ആത്മാവിനാൽ അന്ധന്മാർക്ക് കാഴ്ച. ആത്മാവിനാൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. ഓക്കെ, വേറെ ആത്മാവിനാൽ അടിക്കപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. താങ്ക് യു സിസ്റ്റർ. അപ്പൊ തുടർന്ന് യേശുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുക അവിടെ. From this moment, the ministry of Jesus is starting. യേശു എന്ത് ചെയ്തു? ആത്മാവിനാൽ ദരിദ്രന്മാർക്ക് സുവിശേഷം. Jesus said, "Blessed are the poor in spirit." തടവുകാർക്ക് സ്വാതന്ത്ര്യം. Those who are in prison, that also. അന്ധന്മാർക്ക് കാഴ്ച. Those who are blind, they will see. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. To preach deliverance to those who are oppressed. പിന്നെ കൃപയുടെ വർഷം ദൈവം പ്രസംഗിക്കുക. To declare the year of God's favor or declare jubilee. ദൈവാത്മാവിനാൽ യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നു. By the Holy Spirit, Jesus cast down demons. കാരണം ആത്മാവിനാൽ അവൻ അസാധാരണമായ അധികാരത്തോടെ പഠിപ്പിക്കുന്നു.
And Jesus taught with the power of the Spirit, not കണ്ടോ? like the scribes. പൂർണ്ണമായ മനുഷ്യനായ യേശു പൂർണ്ണമായ തന്റെ പിതാവിനെ ആശ്രയിച്ച് പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കുക. Jesus, a man, but now he's dependent on the Holy Spirit. സ്വന്തം And ഇഷ്ടമല്ല അവിടെ the വെളിപ്പെട്ടിട്ടുണ്ടോ? ministry. സ്വന്തം ഇഷ്ടം വെളിപ്പെടുന്നേ ഇല്ല. And the will of Jesus is not being revealed, only the will of the Father is being done. തന്റെ ഇഷ്ടം തന്നെ അയച്ചവന്റെ ഇഷ്ടമായിരുന്നു. Jesus' will was the will of the one whom sent. He came to do the will of the Father. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാൽ അഭിഷേകം ചെയ്തു. Acts chapter 10 verse 38 says how God anointed Jesus of Nazareth with the Holy Spirit and power. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പരിശുദ്ധാത്മാവിനെ യേശു അളവില്ലാതെ സ്വീകരിച്ചു. John chapter 3 says that Jesus was given the Holy Spirit without measure. അതായത് മറ്റാർക്കുമില്ലാത്ത ഒരു ആത്മാവിന്റെ സാന്നിധ്യമായിരുന്നു യേശുവിൽ. Jesus had an infinite filling of the Spirit which cannot be compared with nobody else. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. You have to receive the Holy Spirit. You cannot do without the Holy Spirit. So don't compromise on the anointing of the Holy Spirit. നിങ്ങൾ നോക്കിയാൽ യേശുവിന്റെ മരണത്തില്, യേശുവിന്റെ ഉയർപ്പില് എല്ലാ കർത്താവിന്റെ പരിശുദ്ധാത്മ സാന്നിധ്യം ഉണ്ടായിരുന്നു. Jesus was born of the Spirit. Jesus did his ministry by the Spirit. Jesus died through the Spirit. Jesus was raised up by the Spirit of the Father. യേശുവിന്റെ ബാല്യത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം, യേശുവിന്റെ പരിശുദ്ധാത്മ സാന്നിധ്യം ഉണ്ടായിരുന്നു. ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. When Jesus was growing up, he grew strong in the Spirit and he was anointed with the Spirit. He did his ministry by the Spirit. ഇവിടെ മരിക്കാനും ഉയർത്തെഴുന്നേൽപ്പാനും ആരോഹണം ചെയ്യാനും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. Jesus was offered by the Holy Spirit. Jesus died by the power of the Spirit, and Jesus. നോക്കി എബ്രായ ലേഖനം 9:14 പറയുന്നു, യേശു അനുസരിച്ച് യേശു നിത്യാത്മാവിലൂടെ ക്രൂശിൽ പാപങ്ങൾക്കായി തന്നെ സമർപ്പിച്ചു. Jesus offered himself on the cross by the eternal Spirit. അവൻ തന്റെ മുഖം യെരുശലേമിൽ യേശു തിരിച്ചു വരുമ്പോഴത്തേക്ക് ആദ്യം നമുക്കറിയാം ഈന്തപ്പന ഞായറാഴ്ച അല്ലെങ്കിൽ എന്താണ് ഓശാന ഞായറാഴ്ച കഴുതപ്പുറത്ത് കയറി. So when Jesus was coming to Jerusalem on Palm Sunday, he was coming on a donkey. കാരണം യേശു പരീശന്മാരെയും ന്യായശാസ്ത്രിമാരെയും നേരിടാനിടയായി. Jesus had to face the Pharisees and the scribes. എന്നാൽ ഗെത്സമനിലോട്ട് യേശു എന്നപ്പോൾ എന്താണ്, ഉറക്കം നിലവിളിച്ചും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിച്ചപ്പോൾ എബ്രായർ 5:7 Hebrews 5 says he was heard because of his godly fear. യേശു അവസാനം വരെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു. Jesus was filled and anointed with the Holy Spirit till the end. നിലനിർത്തപ്പെട്ടു, Jesus was sustained by the Holy Spirit. ശക്തിപ്പെടുത്തപ്പെട്ടു. Jesus was strengthened by the Holy Spirit. നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കണം. അവസാനം വരെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ടിരിക്കണം. Even our life should mimic the same. We should be led and strengthened and perpetuated by the Spirit, our own life and our ministry. തന്റെ പുനരുത്ഥാനത്തില് യേശു ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ടു. 1 തിമോത്തി 3:16. 1 Timothy 3:16 Jesus was justified in the Spirit. റോമൻ ലേഖനം 1:4 പൗലോസ് പറയുന്നതാണ്, യേശു മരിച്ചവരിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിലൂടെ വിശുദ്ധിയുടെ ആത്മാവിനനുസരിച്ച് ശക്തിയോടെ ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. Jesus was declared the Son of God by the resurrection, by the Spirit of holiness. പരിശുദ്ധാത്മാവിന്റെ വരവും സ്നാനവും കഴിപ്പിക്കലും വാഗ്ദാനം ചെയ്തു. ആരെ ആക്സ് 1:5-8 കാണാൻ പറ്റും. വാഗ്ദാനം ചെയ്തു. Jesus promised in Acts chapter 1:5-8 that you will receive power when the Holy Spirit comes on. He gave the promise of the Spirit. യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടിയാണ് നോക്കി ആരോഹണം ചെയ്തു. പ്രവൃത്തി 1:9 സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. Jesus was raised up and ascended to the heaven by the Holy Spirit. ദൈവത്തിന്റെ വലതുഭാഗത്ത് മഹത്വപ്പെടുവാൻ അവൻ എന്ത് ചെയ്തു? വിശ്വസിക്കുന്നവരുടെ മേൽ ആത്മാവിനെ പകരും. യോഹന്നാൻ 7:37. All those who believe, he will baptize with the Holy Spirit, according to John 7:37.
നോക്കിയേ, അതുകൊണ്ട് പത്രോസ് പ്രസംഗിച്ച എന്താണ്? നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തായി ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവിന് ദാനം നിങ്ങൾക്ക് ലഭിക്കും. In Acts 2, Peter says, each one of you shall repent and be baptized in the name of Jesus Christ, and you shall receive the gift of the Holy Spirit. അപ്പൊ നോക്കിയാൽ നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുക, എന്നാൽ ആത്മാവിനെ സ്വീകരിക്കുകയാണ്. So when you receive the Holy Spirit, when you receive Jesus, you are receiving the Holy Spirit. അപ്പൊ യേശുവിനെ ആത്മാവിനെ കുറിച്ചുള്ള ശ്രദ്ധേയമായ ഒരു തിരിച്ചറിവ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ. 1 Corinthians 15:45 വായിച്ച് കാണാൻ പറ്റും. If you read 1 Corinthians 15, you can see the demarcation or identification separated with Jesus and the Holy Spirit. പരിശുദ്ധാത്മാവ് ഇപ്പോൾ യേശുവിന്റെ ആത്മാവാണ്. The Holy Spirit is also called the Spirit of Christ or the Spirit of Jesus. അതുകൊണ്ട് മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിനെയും പകർക്കപ്പെട്ട ആത്മാവിനെ കുറിച്ച് പരസ്പരം മാറി മാറി നമുക്ക് സംസാരിക്കാൻ പറ്റും. So the ascended Christ and the Holy Spirit in you can speak interchangeably as the Spirit of Jesus or the Spirit of Christ with this one and the same Holy നിങ്ങൾ Spirit. ഒരു കാര്യം ചിന്തിച്ചു, നമ്മളൊരു കാര്യം ചിന്തിച്ചു, ക്രിസ്ത്യാനി അല്ല, നമ്മൾ യേശുവിനെ സ്വീകരിച്ച നമ്മൾ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിലുണ്ട്. So if you accept Jesus and you are a Christian, that means the Spirit of Christ is living in you. ക്രിസ്തു നമ്മളിലുണ്ട്. Christ is in you. ഹല്ലേലൂയ. ഇനിയാണ് യഥാർത്ഥ ചോദ്യത്തിലോട്ട് നമ്മൾ മടങ്ങി വരേണ്ടത്. Now we will go back to the initial question that we started with. യേശു എങ്ങനെയാണ് വെള്ളത്തിന്മേൽ നടന്നത്? How did Jesus walk on the water? അപ്പോൾ എങ്ങനെ വർദ്ധിപ്പിച്ചു? How did Jesus multiply the bread? മരിച്ചവരെ എങ്ങനെ ഉയർപ്പിച്ചു? How did Jesus മരിച്ചവരെ എങ്ങനെ ഉയർപ്പിച്ചു? How did Jesus raise people from the dead? ക്രിസ്തുവിന്റെ കൂടെ ആൻസർ ഇതാണ്, ക്രിസ്തുവിന്റെ കൂടെ വേർപെടുത്താനാവാത്തൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. There was an inseparable companion with Jesus. എന്നും ദിവ്യശക്തിയുടെ ഒരു ഉറവിടം ഉണ്ടായിരുന്നു. There was a source of divine power always walking with Jesus. അതാണ് പരിശുദ്ധാത്മാവ്. That is the Holy Spirit. That is. യേശുവിന് പരിശുദ്ധാത്മാവിനെ എത്രമാത്രം ആവശ്യമായിരുന്നു. So you have to understand that Jesus was so dependent on the Holy Spirit. അപ്പൊ നമ്മൾ ഈ ഭൂമിയില് പരിശുദ്ധാത്മാവിൽ എത്ര ആശ്രയിക്കുന്നുണ്ട്? So the question is, how much are we dependent on the Holy Spirit? എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മരിച്ചെഴുന്നേൽക്കുന്നില്ല? How come we pray and nothing happens or nobody is raised up from the sickness or the dead? എന്തുകൊണ്ട് രോഗികൾ സൗഖ്യമാകുന്നില്ല? How come when we pray people don't get healed? എന്തുകൊണ്ട് അപ്പം അത് ഇരട്ടിക്കുന്നില്ല? How come our bread is not multiplying? കാരണം പരിശുദ്ധാത്മാവിനെ നമ്മൾ ഇപ്പോഴും ഒരു പരിധിക്കപ്പുറം വിടുന്നില്ല. That is because we limit and we don't allow the Holy Spirit to. പരിശുദ്ധാത്മാവിന്റെ which we have kept. പരിശുദ്ധാത്മാവുള്ള ഫ്രണ്ട്ഷിപ്പ് നമ്മൾ പലപ്പോഴും തടഞ്ഞു വെച്ചിരിക്കുക. We have restricted the fellowship with the Holy Spirit. ദൈവപുത്രനായ യേശുവിന് ആത്മാവിനെ ആവശ്യമായിരുന്നു. The Son of God himself, Jesus, was dependent. ദൈവമായിരുന്ന യേശു ഭൂമിയിലെ നിത്യപുത്രൻ തന്റെ മനുഷ്യ പ്രകൃതിയില് നേരിട്ട് ചെയ്ത എല്ലാ പ്രവർത്തികളിലും പരിശുദ്ധാത്മാവിന് ആവശ്യമായിരുന്നു. Everything the eternal Son of God did, he was dependent and he did everything through and by the Holy Spirit. ക്രിസ്തു മനുഷ്യ പ്രകൃതിയിൽ മനുഷ്യനായ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ പ്രവർത്തികളെല്ലാം പരിശുദ്ധാത്മാവിൽ നിന്നായിരുന്നു. Jesus, the Son of God, he lived as a man. All the works he did it through the person of the Holy Spirit. യേശു നമുക്കത് മാതൃക കാണിച്ചു. അവൻ ദൈവത്തിന്റെ ശക്തി ഭൂമിയിൽ എടുത്തില്ല. He demonstrated or he set a standard. He did not act as God. He acted as a man under and through the Spirit. ദൈവം മനുഷ്യനായ യേശു അല്ലെങ്കിൽ ദൈവം മനുഷ്യനായിട്ട് തന്നെ ഭൂമിയിൽ യേശുവായിട്ട് നിന്നിട്ട് പരിശുദ്ധാത്മാവിന് പ്രാപിച്ച ഓരോ കാര്യങ്ങൾ നമ്മളെ ചെയ്യിപ്പിച്ച് കാണിച്ചിരിക്കുക. Jesus, Philippians 2 says he became a man, but whatever he did, he showed he did everything in and through and by the Holy Spirit in and on. യേശു പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചെങ്കിൽ, if Jesus did miracles and power gifts by the Holy Spirit, യേശു പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് പ്രാർത്ഥിച്ചെങ്കിൽ, if Jesus prayed by the power of the Spirit,
നോക്കിയേ, നമ്മുടെ സ്ഥാനത്ത് ക്രിസ്തുവിന്റെ അനുസരണം യഥാർത്ഥ അനുസരണമായിരിക്കണം എന്നുള്ള ആ ഒരു 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 എന്താണ് കാഴ്ചപ്പാട് ദൈവം നമുക്ക് തരുവാനിടയായി. God is giving us, we should follow Jesus and we should do what Jesus നമ്മൾ says. ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്ന, ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ദൈവം കാണിക്കുവാനിടയായി. So through Jesus, God demonstrated that here is a person who is surrounded and who is doing the will of God. That is, Jesus is doing the will of God. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന യേശു ദിവ്യ പ്രകൃതിയിൽ ആശ്രയിച്ചുകൊണ്ട് ആരെയും വഞ്ചിച്ചിട്ടില്ല. മനസ്സിലായോ? അതായത് ദൈവമായിട്ട് ഇറങ്ങി വന്നിട്ട് ഞാൻ ദൈവം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചില്ല. കാരണം മനുഷ്യനായിട്ട് നിന്നുകൊണ്ട് പരിശുദ്ധാത്മ പ്രാപിച്ചാണ് കർത്താവ് എല്ലാം ചെയ്തത്. Jesus did not come and do everything as a man. He did not deceive nobody. He emptied his spirit, him being God. He acted and did everything as a man. ബാല്യം മുതല്, ഗർഭധാരണം മുതല്, from his conception in the mother's womb, from his childhood, ശുശ്രൂഷയില്, in his public ministry, കുരിശില്, on the cross, പുനരുത്ഥാനത്തില്, in his resurrection, മഹത്വത്തില്, in his glorification, ദൈവത്തിന്റെ വലതുഭാഗത്ത് ആത്മാവിന്റെ മനുഷ്യനായി that he became man. പൂർണ്ണമായി കർത്തായിരിക്കുക. He was a man and that was how Jesus operated. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് എത്രമാത്രം പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? So the question is that we have to be dependent on the Holy Spirit to do anything on the earth. തീർച്ചയായിട്ടും യേശുവിന് ചെയ്യാമെങ്കിൽ നമുക്ക് ചെയ്യാം. If Jesus could do things through and by the Holy Spirit, ഇന്നു മുതൽ ചിന്തിക്കുക, യേശു we also can do through by the Holy Spirit. ഇന്നു മുതൽ ചിന്തിക്കുക, യേശു മനുഷ്യനായിട്ട് തന്നെ ഭൂമിയിൽ നടന്നത്. Yes, sir. This is the lesson we should learn. Jesus operated as a human being on the earth. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടുകെട്ടിലായിരുന്നു. But it was done through the fellowship and partnership with the Holy Spirit. രാത്രി മുഴുവൻ ഇരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ടിരുന്നു. Throughout the night he prayed and he received and he was baptized and he was empowered. ദൈവവചനം പറയുന്ന പാപം ഒഴിച്ചും പൂർണ്ണ മനുഷ്യനായിരുന്നു. Even though he was fully man, Jesus was fully man. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള നമ്മുടെ കാലഘട്ടങ്ങള് നമ്മൾ എങ്ങനെ ജീവിക്കണം? So we should also aim or decide that we also should live like Jesus, depending and be filled with the Holy Ghost. ഫുള്ള് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക, പരിശുദ്ധാത്മാവിനെ ഡിപ്പെൻഡ് ചെയ്യുക. We should be dependent on the Holy Spirit. നമ്മുടെ ബുദ്ധിയെ നമ്മൾ മാറ്റിവെക്കുക. We have to operate outside our mind. നമ്മുടെ അറിവിനെ മാറ്റിവെക്കുക. We should operate outside our knowledge or human thinking. പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നിരിക്കുന്ന, അല്ലെങ്കിൽ യേശു കാണിച്ചു എന്താണ്, നമ്മളിൽ വസിക്കുന്ന ആത്മാവിന് നമ്മിൽ വൻകാര്യങ്ങൾ ചെയ്യാൻ പറ്റും. Jesus is teaching the Holy Spirit inside us can do great and mighty and impossible and നമ്മളിൽ വസിക്കുന്ന യേശുവിന്റെ ആത്മാവിന് അസാധാരണമായ ശക്തിയുടെ ഒരു പ്രകടനമാക്കി മാറ്റാൻ പറ്റും. The Spirit of Christ in us can manifest the works of God. ഹല്ലേലൂയ. നിങ്ങള് വെറുതെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളിരിക്കുന്ന ആത്മാവാരെന്ന് മനസ്സിലാക്കുക. Instead of crying and praying and worrying, realize, get a revelation and know. നിങ്ങൾ ലോകത്തിന്റെ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് കഴിയുക സമയം കളയാൻ നിങ്ങൾ പരിശുദ്ധാത്മാവുമായിട്ട് അത് പ്രാപിക്കാൻ നോക്കുക, ശക്തി പ്രാപിക്കാൻ നോക്കുക. Instead of wasting your time trying to get worldly things, spend time with the Holy Spirit and be filled with the Holy Spirit. നിങ്ങൾ നിറഞ്ഞു കവിഞ്ഞൊഴുകട്ടെ. May you be filled and run over with the Holy Spirit. Okay, അവൻ നമ്മളിലൂടെയും പ്രവർത്തിക്കുക മാത്രമല്ല നമ്മിലും വസിക്കുകയും ചെയ്യുന്നു. He not only works in and through us, but the Holy Spirit is living inside us and with us. യേശു നമുക്ക് അവനെ നൽകപ്പെട്ടിരിക്കുക. Holy Spirit is the gift of Jesus, gift of the Father to us. യോഹന്നാൻ 16:14 നാം അവനെ സ്വീകരിക്കുന്നു. John 16:40 says we have received the Spirit of truth. തെസ്സലോനിക്കർ 4:8 പറയുന്നത് പുത്രനെ മഹത്വപ്പെടുത്തുന്നു. The Son is what he glorifies the Son. Hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. സ്തോത്രം. ഒരു നിമിഷം കേൾപ്പിച്ചു കൊടുക്കാം. Let us surrender ourselves to the Father. അടുത്ത 45 മിനിറ്റ് നമ്മൾ ഈ കേട്ട വചനം വെച്ച് പ്രാർത്ഥിക്കാൻ എന്തിനാണ്? പരിശുദ്ധാത്മാവ് നിറയുക.
എത്ര മിനിറ്റ് മനസ്സിലാക്കി? 15-45. 45 മിനിറ്റ്. In the next 45 minutes, we will pray in the Spirit, asking for the filling of the Holy Spirit, asking for the empowering of the Holy Spirit. ഈ യേശുവിൽ വസിച്ച അതേ ആത്മാവ് തന്നെ നമ്മളിൽ വസിക്കുന്നത്. The same Spirit that lived in Jesus is living and അങ്ങനെയാണെങ്കിൽ dwelling in and with us. കർത്താവ് വെറുതെ പറയാം, കർത്താവ് പറയും ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. Jesus said, it is expedient and it is good that I go. ഞാൻ ചെയ്തതിലും നിങ്ങൾ വലുത് ചെയ്യും. Jesus said, the works I did, you will do. Even greater works you will do. എന്താ? പരിശുദ്ധാത്മാവിൽ ഉള്ളതുകൊണ്ട്. Why? Because the Holy Spirit is in us. ആത്മാവ് നമ്മളിൽ ഉണ്ട്, നമ്മുടെ മുകളിലുണ്ട്. The Holy Spirit is over us and upon us. അപ്പൊ കർത്താവ് യേശു പറഞ്ഞെന്താണ്? ഞാൻ പ്രാപിച്ചതിനേക്കാളും കൂടുതൽ ശക്തി നിങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റും. What did Jesus said? Jesus said, you can do greater works than I. ഞാൻ ചെയ്തതിനേക്കാളും വൻകാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. You can do greater works than I did. യേശു ലാസറിനെ എത്ര ദിവസം കഴിഞ്ഞ് പുറത്ത് കൊണ്ടുവന്നു? 4 ദിവസം കഴിഞ്ഞ്, മരിച്ചു 4 ദിവസം കഴിഞ്ഞ് പുറത്ത് കൊണ്ടുവന്നു. Jesus raised Lazarus from the dead after on the 4th day or 4 days after. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് മാറ്റിത്തിരിക്കാം, അതിനെ മാറ്റിമറിക്കാൻ പറ്റും. Even so, we can believe God for something greater than that. ഹല്ലേലൂയ. 5000 പേർക്ക് പോഷിപ്പിച്ചെങ്കിൽ 10000 പേരെ നമുക്ക് പോഷിപ്പിക്കാൻ പറ്റും. If Jesus fed 5,000 men, we can feed more than 10,000. അങ്ങനെയാണെങ്കിൽ വെള്ളത്തിന്റെ മുകളിലൂടെ നമുക്ക് നടക്കാൻ പറ്റും. That means we have to expect we can also walk on water. പ്രൈസ് ഗോഡ്. നമ്മുടെ ആ കാഴ്ചപ്പാടിലോട്ട് ഇന്ന് പകൽക്കാലം വരണം. We should change our mindset and we should come to that paradigm that we can operate in the realms of Jesus. എത്ര പേര് വിശ്വസിക്കും? നമ്മളിവിടെ വെറുതെ വന്നിട്ട് പോകുന്നവരല്ല. How many of you are believing that, or we don't want to be a normal person who just comes and goes and nothing നിങ്ങളുടെ ഈ happens? അറ്റ്മോസ്ഫിയർ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വീട്, നിങ്ങളുടെ കുഞ്ഞുങ്ങള്, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വീട്, ഇങ്ങനെ ആ അറ്റ്മോസ്ഫിയർ കിടന്ന് നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതം മുഴുവൻ അറ്റ്മോസ്ഫിയർ കറങ്ങിക്കൊണ്ടിരിക്കുക. So you are just like a pendulum. Your life like a clock rings around. Oh, my family, my job, my children, my bills, my this, my that, my father, my mother. Just your life is wasted in circles looking after your personal issues. അതെല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് പറ, കർത്താവേ ഞാനിപ്പോ സറണ്ടർ ചെയ്യും. You have to say, Lord, I lay all those down and I'm surrendering. പരിശുദ്ധാത്മാവേ ഞാൻ സറണ്ടർ ചെയ്യാം. ഞാൻ നിനക്ക് കീഴ്പ്പെടുന്നു. എന്നെ ഉപയോഗിക്കണമേ. The Lord, please use me. പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കണമേ. Let me walk with the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം എപ്പോഴും കേൾക്കണമേ. Let me hear the voice of the Spirit. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എപ്പോഴും അറിയണമേ. Let me hear from the Holy Spirit. പരിശുദ്ധാത്മാവ് പറയുന്ന എപ്പോഴും അനുസരിക്കുവാൻ. Help me to obey the voice of കർത്താവിനെ the സറണ്ടർ ചെയ്യാണ്. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. This we say in the name of Jesus. എത്ര പേർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാമെങ്കിൽ I don't know how many of you can receive this. നിങ്ങൾ Able to receive it and accept it. നിങ്ങളുടെ ജീവിതം ഭയങ്കരമായി മാറ്റി മറിക്കും. If you can yield to this message, God can completely overhaul and change your life. നിങ്ങൾ മനുഷ്യന്റെ വേർഡ്സുകളെ, ലോകത്തിന്റെ വേർഡ്സുകളൊന്നും നോക്കരുത്. Don't look at the word of man or the words of the world. നിങ്ങൾ യേശുവിനെ നോക്കുക. നിങ്ങൾ യേശുവിനെ നോക്കുക. Our eyes has to be on the Lord Jesus. ദൈവവചനം നോക്കുക. Our eyes and our faith has to be in the word.